കുറച്ച് എൻ്റെ പഴയ മെമ്മറീസ് ഒക്കെ നോക്കാം. പഴയതായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഈ ഫയലാണ് കുറച്ചൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എല്ലാം നോക്കാം ഗൈസ്. കമോൺ, ഇതാണ് എൻ്റെ ഫയൽ. അപ്പോൾ തുറക്കാം. ഇതെല്ലാം കൂടെ പാർട്ട് വേണ്ടി തന്നെ കാണിക്കാൻ പറ്റില്ല, കുറച്ച് പാർട്ടായിട്ട് ഞാൻ കാണിക്കാം ഗൈസ്. അപ്പോൾ ഇത് റെസിൻ ആർട്ടാണ്. ചിലതിൻ്റെ റെസിൻ ഇല്ല, ഞാൻ ഫെവിക്കോൾ കൊണ്ട് ചെയ്തതാണ് കേട്ടോ. ഫസ്റ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചത്. ഐസ്ക്രീം ഡപ്പയുടെ മുടി കൊണ്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് കാണാം. അത് ആ സ്റ്റിക്കറിൻ്റെ തന്നെ ഒരു ഇത് കണ്ടിട്ടാണ്, ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കൊണ്ടിട്ടാണ് ഈ ഒരു പൗച്ച് ഉണ്ടാക്കിയത്. നമുക്ക് അടുത്ത് കാണാം. ഞാൻ പണ്ട് തൊട്ട് ചെയ്ത എല്ലാ ഐറ്റംസും ഇതേപോലെ ഇതിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ പാട്ട് പോലെ തന്നെ കാണിക്കാൻ പറ്റുന്നത്. സെക്കൻഡ് ഞാൻ ചുമ്മാ വോളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബർത്ത് വർഷമാണ്, ഈ ബർത്ത് ഇയർ ആണ് എഴുതിയിട്ടുള്ളത്. ഞാൻ വോളി വെച്ച് കാണിച്ചാണ് കേട്ടോ. ഇതാണ് കേട്ടോ വോളി വെച്ചാൽ എങ്ങനെയായിരിക്കും. കുറച്ച് കൂടുതൽ കൊള്ളിച്ചതിന് ഒരു അറ്റത്ത് പോയിട്ടുണ്ടായിരുന്നു. പണ്ട് കുറച്ച് രൂപ പോയതാണ്, ഇപ്പോൾ പിടിച്ചല്ല കേട്ടോ. പിന്നെ ഞാൻ പണ്ട് ചെയ്ത കുറച്ച് സംസാരിക്കുകയാണ് കേട്ടോ ഫോൺ ഉണ്ടാവേണ്ടത്, കുറച്ച് കേൾക്കത്തില്ല. അപ്പോൾ ഗൈസ് കുറച്ച് പടം പക്ഷെ വോയിസ് ഓവർ ചെയ്യാം. ഗൈസ് നമ്മൾ പഴങ്ങളാണ്. ഫസ്റ്റ് ഇതൊരു സംഭവിക്കാറുണ്ട്, ഞാൻ വരച്ചാണ് കേട്ടോ. അപ്പം ഇത് വേറൊരു തവളക്കുട്ടി, അടുത്തത് തവളയുടെ ഒരു തലയാണ് കേട്ടോ. അപ്പം അടുത്തത് ഒരു പെൺകുട്ടിയാണ്. അതിന് ശേഷം ഒരു ഷാർക്കും പൂച്ചയാണ്, പിന്നെ ഒരു ഒക്ടോപ്പസ് ആണ്. അതിന് ശേഷം സ്ട്രോബെറിയും പൂച്ചക്കുട്ടിയാണ് കേട്ടോ. നമുക്ക് അടുത്തത് കാണാം ഗൈസ്. അടുത്ത കുറച്ച് ഫ്രെയിംസ് ആണ് കേട്ടോ. ഫസ്റ്റ് ഫ്രെയിം ഞാൻ ചെയ്തത് ഇതാണ് കേട്ടോ, ഞാൻ തന്നെ ഉണ്ടാക്കിയ ഫ്രെയിംസാണ്. പിന്നെ ഞാൻ ഫ്രെയിം ചെയ്തത് ഈ ഒരു സാധനമായിരുന്നു. പിന്നെ കാർഡ്ബോർഡ് കട്ടി ഒക്കെ പാടായിരിക്കും, അതുകൊണ്ട് ഞാൻ അത് മൂന്നാമത്തെ തൊട്ട് ഞാൻ അങ്ങ് മാറ്റി പേപ്പർ റോൾ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെയാണ് ഞാൻ പിന്നെ വരച്ചത് കേട്ടോ. അപ്പം നമുക്കിനി ഇതിനകത്ത് ഒട്ടും ചാർജും അത്ര ഇല്ല കേട്ടോ. അപ്പം ഇന്ന് തന്നെ ചിലപ്പോൾ ഇതിൻ്റെ മൊത്തം വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ തോന്നുന്നില്ല. അപ്പോൾ അടുത്ത് കാണാം. ഇതൊരു ക്ലിപ്പ് ബോർഡാണ് കേട്ടോ. ഇത് കാർഡ്ബോർഡ് കൊണ്ട് ചെയ്തൊരു ക്ലിപ്പ് ബോർഡാണ്. ഇത് എന്തിനാണ് സൂക്ഷിച്ചതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോട്ടോ ഉള്ള ഒരു കലണ്ടറായിരുന്നു. അത് പിച്ച് കളഞ്ഞല്ല, അത് പിച്ച് തന്നെ പറഞ്ഞു പോയപ്പോൾ ഞാൻ ഈ ഫോട്ടോ, ഇതിൻ്റെ വേറെ ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. നെല്ല് അടുത്ത് ഇതാണ് കേട്ടോ. ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നോക്കട്ടെ. ഇതൊന്നും ഇല്ല, ഇതിനകത്തുള്ള ബുക്സാണ് ഇപ്പോൾ താഴെ വീണത്. ഇതിനകത്ത് കുറച്ച് പടങ്ങളാണ് ഉള്ളത് കേട്ടോ. പടങ്ങളെന്ന് വെച്ചാൽ